ഞാൻ സംസാരിച്ചത് അവർക്ക് എൻ്റെ ഒരു പുസ്തകം കൊടുത്തു. അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നല്ല വായനക്കാരാണ് അവർ. അപ്പോൾ വായിച്ചവർ പ്രബുദ്ധരാകും ജയിലിനകത്ത്. കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുമത്തിയത് പെഷവാർ ഗൂഢാലോചന കേസാണ്. പിന്നെ മീറത്ത്, കോൺപൂർ അങ്ങനെയുള്ള പല ഗൂഢാലോചന കേസുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആഗ്രഹത്തിനുപരിയായി ഒട്ടേറെ അക്രമ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കണം, ഇതാണ് CPMൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിരിക്കുകയാണ്. ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പെരിയാക്ക് കേസിലെ വിധിയെ തുടർന്ന് പ്രചാരത്തിൽ രണ്ടാമത് നിൽക്കുന്ന മലയാളത്തിലെ ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കി. ഒരു തവണയല്ല, പലതവണയും വായിച്ചു നോക്കി. കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കൊലക്കേസുകളെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത്. അതെല്ലാം കോൺഗ്രസ്സുകാരാണ്, RSSകാരാണ്, SDPIക്കാരാണ്. CPMകാർ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവവും മറവി രോഗം ബാധിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ മുഖപ്രസംഗം എഴുത്തുകാരന് ഓർമ്മ വരുന്നില്ല. മറവി രോഗം ബാധിച്ചിരിക്കുകയാണ് അവർക്ക്. ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ 2020 തിരുവോണത്തിൻ്റെ തലേ ദിവസം CPMൻ്റെ 2 പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മറവി രോഗം ബാധിച്ചിട്ടുള്ള പത്രങ്ങൾക്ക് ഇപ്പോൾ അത് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കണം, അക്രമം അവസാനിപ്പിക്കണം, സമൂഹത്തിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്ത് പൊതുവിൽ വർഗീയ സംഘർഷങ്ങളൊക്കെ ഇല്ലാത്ത സാമൂഹ്യമായ സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം സംരക്ഷിക്കണം. എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങളോട് പറയാനുള്ളത് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ബാധിച്ചുകൊണ്ട് പക്ഷപാതപരമായിട്ട് കാര്യങ്ങൾ കാണുന്നത് ശരിയല്ല എന്നതാണ്. ഇവിടെ കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പത്രം ഒരു എത്തി. അപ്പോൾ അവരെ കൂടി കാണാൻ തന്നെയാണ്, അവർക്കും കൂടി ഐക്യദാർഢ്യമാണോ? അല്ല, അതായത് കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇവിടെ CPMകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ? ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ CPMൻ്റെ 2 പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഒരു 4 വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത്. എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത്? ഞാനിപ്പോൾ ഈ ജയിലിലെത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് CPMൻ്റെയും DYFIയുടെയും മുശിരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ 9 പേരും RSSകാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് CPMരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഓരോ കേസിനും എത്ര വിശദാംശങ്ങളുണ്ടാവും. നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ, DYFIക്കാർ, SFIക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ്, ഓർമ്മയുണ്ടോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ
SFI പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തിക്കൊലപ്പെടുത്തി. ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ ഈ ധാർമ്മിക ബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ധീരജ് കൊലക്കേസിലെ പ്രതിയെ കൂട്ടി കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളിതൊക്കെ പറയുന്ന അവസരത്തിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട KPCCയുടെ ഒരു നേതാവുണ്ട്. അടിയന്തരാവസ്ഥാ കാലത്ത് വീടുതൊഴിലാളിയായിരുന്ന കൊളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഇപ്പോൾ KPCC നേതാവ് P. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന അവരെ കാണാൻ വേണ്ടി P. ജയരാജൻ എത്തിയതാണ്. തൻ്റെ പുസ്തകം അവർക്ക് കൈമാറിയെന്നും കമ്മ്യൂണിസ്റ്റുകാർ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ സമയം അവർ വായനയ്ക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്താറുള്ളതെന്നും അതിനുവേണ്ടിയാണ് താൻ എത്തിയത് എന്നുമാണ് P. ജയരാജൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടു നടക്കുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ട സംഭവങ്ങളെ ബോധപൂർവം തമസ്കരിക്കുകയാണ് എന്ന ഒരു ആരോപണം കൂടി P. ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്.